Welcome to the first class of Plus 2 Computerized Accounting, Chapter 2, Spreadsheet. എല്ലാവർക്കും പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റ് എന്നാണ്. സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ എന്താണ് സ്പ്രെഡ്ഷീറ്റ്? ഒരുപക്ഷെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും IT എന്ന സബ്ജക്റ്റിൽ. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ചും കൂടി വിശാലമായ രീതിയിൽ അക്കൗണ്ടിങ്ങിനും വിവിധ കാൽക്കുലേഷൻസിനും വേണ്ടി അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. സ്പ്രെഡ്ഷീറ്റ്. A spreadsheet is an application software that allows the user to store data in a grid of rows and columns. ഇതാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം പല തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. അതെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇറ്റ് അലൗസ് ദ യൂസർ to store data in a grid of rows and columns. അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികളെ എന്ത് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് സഹായിക്കുന്നു? ഡേറ്റയെ ആ റോസും കോളംസും, വരികളും നിരകളും ഉള്ള ഗ്രിഡ് രൂപത്തിലുള്ള ഒരു ഷീറ്റിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. ഇനി അതിന് എന്തൊക്കെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു? സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ്, കാൽക്കുലേറ്റ് ആൻഡ് കമ്പയർ ഫിനാൻഷ്യൽ ആൻഡ് ന്യൂമറിക്കൽ ഡേറ്റ. എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തികമായ അതുപോലെ നമ്പേഴ്സ് കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഡേറ്റയെ വിവിധ കാൽക്കുലേഷൻസ് നടത്താനും അവ റെക്കോർഡ് ചെയ്യാനും അത് കമ്പയർ ചെയ്യാനും അങ്ങനെ പല പർപ്പസിന് വേണ്ടി ഈ സ്പ്രെഡ്ഷീറ്റ് നമ്മളെ സഹായിക്കുന്നു. അതാണ് അതിൻ്റെ പർപ്പസ്. സ്പ്രെഡ്ഷീറ്റിന്റെ എക്സാമ്പിൾ ഇവിടെ കാണാവുന്നതാണ്. ABCD അങ്ങനെ കോളം ഹെഡിങ്സും 1 2 3 4 5 താഴേക്ക് റോ ഹെഡിങ്സും നിങ്ങൾക്ക് കാണാം അല്ലേ? അപ്പോൾ കോളംസും ഉണ്ട്, റോസും ഉണ്ട്. കോളംസ് എന്ന് പറയുമ്പോൾ മുകളിൽ താഴേക്ക് ഉള്ള വരകൾ വേർതിരിക്കുന്നതാണ് കോളംസ്. ഇടത്തുനിന്ന് വലത്തേക്കുള്ള വരകൾ കൊണ്ട് വേർതിരിക്കുന്നതാണ് റോസ്. സോ അത് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്രിഡ് അല്ലേ? അപ്പോൾ ആ ഓരോ റോയും ഒരു കോളവും കൂടി ചേരുന്ന സ്ഥലത്ത് ഓരോ ചതുരാകൃതിയിലുള്ള സെല്ലുകൾ കാണാം, സെൽസ്. സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമാണ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് ഓർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. Examples of spreadsheet program are ഒന്ന് LibreOffice Calc. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഓക്കെ, അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ എക്സൽ, MS എക്സൽ, ലോട്ടസ് 1 2 3, കാലിഗ്ര ഷീറ്റ്സ് തുടങ്ങിയ പലതരത്തിലുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പേരുകളൊക്കെ ഓർത്തിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കാം. എക്സാമ്പിൾസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാംസ്. Now we have to discuss about the basic concepts of spreadsheet. സ്പ്രെഡ്ഷീറ്റിന്റെ അടിസ്ഥാനപരമായ ചില ടേംസ്, അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തത് വർക്ക് ബുക്ക്. അപ്പോൾ ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഫയലാണ് വർക്ക് ബുക്ക്. അപ്പോൾ ഒരു വർക്ക് ബുക്കിൽ നമ്മുടെ നോട്ട്ബുക്ക് പോലെ തന്നെ ഒരു ബുക്ക് ആണെന്ന് വിചാരിക്കുക. അതിൽ ഷീറ്റുകളുണ്ടാവും, പേജുകൾ, ഷീറ്റുകളുണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ വർക്ക് ബുക്കിലും എന്തുണ്ട്? ഷീറ്റ് ഉണ്ട്. വർക്ക് ഷീറ്റ് ഒന്നോ അതിലധികമോ വർക്ക് ഷീറ്റുകൾ അടങ്ങുന്ന ഒരു ഫയലാണ്, ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലാണ് വർക്ക് ബുക്ക്. So workbook
It is a file that contains one or more worksheets. ഒന്നോ അതിലധികമോ വർക്ക്ഷീറ്റുകൾ അടങ്ങുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലാണ് വർക്ക് ബുക്ക്. അപ്പോൾ താഴെ ഒരു വർക്ക് ബുക്ക് കാണാം. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്ന ലിബർ ഓഫീസ് കാൽക് എന്ന പ്രോഗ്രാമിന്റെ ഒരു വർക്ക് ബുക്കാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അൺടൈറ്റിൽഡ്, ആ ചുവന്ന വൃത്തത്തിനുള്ളിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ചുവന്ന വൃത്തത്തിനുള്ളിൽ അൺടൈറ്റിൽഡ്, അതാണ് ആ വർക്ക് ബുക്കിന്റെ പേര്. നമ്മൾ ഫയൽ സേവ് ആസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുമ്പോൾ എന്ത് പേരാണ് നമ്മൾ കൊടുക്കുന്നത്, ആ പേരായിട്ട് ഈ അൺടൈറ്റിൽഡ് മാറുന്നു. ഓക്കെ, അപ്പോൾ വർക്ക് ബുക്കിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു വർക്ക് ബുക്കിൽ വർക്ക് ഷീറ്റുകളുണ്ട് അല്ലെ. അപ്പോൾ വർക്ക് ഷീറ്റുകൾ എന്താണ്? അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്, രണ്ടാമത്തെ കമ്പോണന്റ്, വർക്ക് ഷീറ്റ്. വർക്ക് ബുക്കിനെ ഒരു നോട്ട് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലെ പേജുകൾ, ഷീറ്റുകൾ എന്താണോ അതുപോലെ തന്നെയാണ് ഒരു വർക്ക് ബുക്കിലെ ഷീറ്റുകൾ, വർക്ക് ഷീറ്റുകൾ. ഓക്കെ, സോ ഇറ്റ്സ് എ പേജ് ഇൻ എ വർക്ക് ബുക്ക് which contains rows and columns where data is entered. എന്താണ്? ഒരു വർക്ക് ബുക്കിനുള്ളിൽ ഉള്ള ഒരു പേജാണ്. ആ പേജിനുള്ളിൽ റോസും കോളംസും ഉണ്ട്. റോസ്, കോളംസ്. ഓക്കെ, റോസും കോളംസും അടങ്ങുന്ന പേജ്. എവിടെയുള്ള പേജ്? വർക്ക് ബുക്കിൽ ഉള്ള, വർക്ക് ബുക്കിനുള്ളിലുള്ള പേജ്. അപ്പോൾ ഒരു വർക്ക് ബുക്കിൽ മിനിമം ഒരു വർക്ക് ഷീറ്റ് എങ്കിലും ഉണ്ടായിരിക്കും, അതിൽ കൂടുതലും ആവാം. ഓക്കെ, അപ്പോൾ വർക്ക് ഷീറ്റിനുള്ളിൽ എന്തുണ്ട്? റോസും കോളംസും ഉണ്ട്. ആ റോസും കോളംസും കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം സെല്ലുകളുണ്ട്. ചതുരാകൃതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ചതുരാകൃതിയിൽ സെല്ലുകളുണ്ട്. ഓക്കെ, സോ അതാണ് വർക്ക് ഷീറ്റ്. അപ്പോൾ വർക്ക് ബുക്ക്, അതിനുള്ളിൽ വർക്ക് ഷീറ്റ്, വർക്ക് ഷീറ്റിനുള്ളിൽ റോസും കോളംസും. ഓക്കെ, ആ റോസും കോളംസും ചേരുമ്പോൾ സെല്ലുണ്ടാവും. അപ്പോൾ വർക്ക് ഷീറ്റിന്റെ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഷീറ്റിന്റെ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഷീറ്റ് 1 എന്നവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുവന്ന വൃത്തത്തിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഷീറ്റ് 1. അപ്പോൾ ഇതുപോലെ അവിടെ ഒരു പ്ലസ് സിമ്പിൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ ഷീറ്റുകൾ ഈ വർക്ക് ബുക്കിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ഒരു ഷീറ്റ് വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി റോ എന്താണെന്ന് നോക്കാം. റോ ഇടത്തുനിന്ന് വലത്തേക്ക് അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തേക്ക്, എങ്ങനെയാണെങ്കിലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകളാണ് റോസ്, വരികൾ. നമ്മൾ നോട്ട്ബുക്കിന്റെ, വരയിട്ട നോട്ട്ബുക്കിന്റെ, റൂൾഡ് നോട്ട്ബുക്കിന്റെ ആ വരകൾ എന്താണ്, അത് തന്നെയാണ് റോസ്. ഓക്കെ, ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് സെൽസ് in a worksheet. Rows are named using numbers like 1, 2, 3, etc. എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് സെൽസ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റോ. ഹൊറിസോണ്ടൽ ആയ ഇടത്തുനിന്ന് വലത്തേക്കുള്ള റേഞ്ച് ഓഫ് സെൽസ്, ഒരു കൂട്ടം സെല്ലുകൾ. റേഞ്ച് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്തടുത്തുള്ള സെല്ലുകളുടെ ഒരു കൂട്ടത്തെ വിളിക്കുന്നതാണ് റേഞ്ച്. ആ റോസിന് നമ്മൾ പേര് കൊടുക്കുന്നത് എന്ത് വെച്ചാണ്? ആൽഫബറ്റ്സ് വെച്ചിട്ടല്ല. ഈ സ്പ്രെഡ്ഷീറ്റിന്റെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീല കളറിൽ, 2 നേരെ. ഓക്കെ, അപ്പൊ ആ 2 എന്നതാണ് ആ റോയുടെ നമ്പർ അല്ലെങ്കിൽ ആ റോയുടെ പേര്. സോ നമ്പർ 2 is the name of that row. ക്ലിയർ? എന്താണ് കോളം? മുകളിൽ നിന്ന് താഴേക്കുള്ള വരകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന ഭാഗമാണ് കോളംസ്. നമുക്കറിയാം, അക്കൗണ്ടൻസിയിലൊക്കെ നമ്മൾ എമൗണ്ട് കോളംസ് വരയ്ക്കുന്നു, പർട്ടിക്കുലർസ് കോളംസ് വരയ്ക്കുന്നു അല്ലെ, അതാണ് കോളം. സോ ദീസ് ആർ വെർട്ടിക്കൽ, മുകളിൽ നിന്ന് താഴേക്കുള്ളതാണ് അതിന്റെ വര. ഓക്കെ, സോ ഇറ്റ്സ് എ വെർട്ടിക്കൽ റേഞ്ച് ഓഫ് സെൽസ് ഇൻ എ വർക്ക്ഷീറ്റ്. വെർട്ടിക്കൽ റേഞ്ച് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ കാണാം, സി എന്ന് പറയുന്ന കോളം അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെ വരെ സി എന്ന് പറയുന്ന കോളത്തിൽ
പല സെല്ലുകൾ അടുത്തടുത്തടുത്ത് അല്ലെ, ഒരു കൂട്ടം സെല്ലുകളുണ്ട്. എല്ലാം അസി എന്ന കോളത്തിൽ പെടുന്ന സെല്ലുകളാണ്. അങ്ങനെ തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന സെല്ലുകളുടെ കൂട്ടത്തെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വെർട്ടിക്കൽ റേഞ്ച് ഓഫ് സെൽസ് ഇൻ എ വർക്ക്ഷീറ്റ്. ആ കോളത്തിന് പേര് എങ്ങനെയാണ് കൊടുക്കുന്നത്? റോയ്ക്ക് പേര് നൽകാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് നമ്പർ ആണെങ്കിൽ, കോളത്തിന് പേര് നൽകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഉപയോഗിക്കുന്നത് ആൽഫബറ്റ്സ്, ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ ഈ കോളത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? സി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിന് എ, അങ്ങനെ എ ബി സി ഡി, അങ്ങനെ 26ാമത്തെ കോളത്തിന് സെഡ്, 27ാമത്തെ കോളത്തിന് എ എ എന്ന് വീണ്ടും തുടങ്ങും. ഓക്കെ, അങ്ങനെ പോകും. ഓക്കെ, എ എ ബി എ സി അങ്ങനെ പോകും. ഓക്കെ, സോ columns are named using alphabets like A, B, C, etc. അപ്പോൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ ആ ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമാവും. അഞ്ചാമത്തെ കമ്പോണന്റ് ഓർ അഞ്ചാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെൽ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു റോയും ഒരു കോളവും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ കൂട്ടിമുട്ടുന്നുള്ളൂ, ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. എ കോളം ആൻഡ് എ റോ intersects at only one point in the spreadsheet, and that point is called cell. So it is the intersection of a row and a column. The cell which is clicked is called the active cell. ഇതിന് താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ ബി എന്ന കോളവും 2 എന്ന റോയും രണ്ടാമത്തെ റോയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സെല്ല് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു ബോർഡർ, കറുത്ത ബോർഡർ കൊണ്ട്. ഓക്കെ, നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ആ ബോർഡർ വരും. ഓക്കെ, അപ്പൊ അവിടെ സെൽ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ? ഏത് സെല്ലിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ സെല്ലിനെ ആക്റ്റീവ് സെൽ എന്ന് വിളിക്കും. അടുത്തത് സെൽ അഡ്രസ്. സെൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഒരു സെല്ലിന്റെ സ്ഥാനം, ലൊക്കേഷൻ എവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ അഡ്രസ്, അതാണ് സെൽ അഡ്രസ്. നമ്മൾ പറഞ്ഞു ഒരു സെൽ ഉണ്ടാകുന്നത് ഒരു റോയും ഒരു കോളവും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ആദ്യം സെൽ അഡ്രസ്സിന് വേണ്ടി ആദ്യം ആ കോളത്തിന്റെ പേരും രണ്ടാമത് ആ റോയുടെ പേരും നമ്മൾ കൂട്ടിച്ചേർക്കും. അങ്ങനെയാണ് സെല്ലിന്റെ അഡ്രസ്സ് നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ ചിത്രത്തിൽ ബി എന്ന കോളം, 2 എന്ന റോ, ബി എന്ന കോളത്തിൽ 2 എന്ന റോ ചെന്ന് മുട്ടുമ്പോൾ അവ തമ്മിൽ സന്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന സെല്ലാണ് B2. അതിന് നമ്മൾ വിളിക്കും B2, സെൽ B2. അങ്ങനെ B2, C2 അങ്ങനെ, അല്ലെങ്കിൽ A5, D5, അങ്ങനെ ഏത് കോളമാണോ ഏത് റോ ആണോ അതനുസരിച്ച് പേര് നമ്മൾ കൊടുക്കും. സെൽ അഡ്രസ് ഈസ് ദ യുണീക് ഐഡന്റിഫിക്കേഷൻ ഫോർ ഈച്ച് സെൽ. ഒരു സെൽ അഡ്രസ് ആ സെല്ലിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു സെല്ലിന്റെ അഡ്രസ്സിൽ വേറൊരു സെല്ല് ഇല്ല. ക്ലിയർ? ഒരു കോളവും ഒരു റോയും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു സെല്ല് ഉണ്ടാവും. അതിന്റെ അഡ്രസ് ആണ് സെൽ അഡ്രസ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്, നമ്മൾ പറഞ്ഞു സെല്ലിന്റെ അഡ്രസ് എങ്ങനെയാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കോളം നെയിം ആൻഡ് റോ നമ്പർ. കോളത്തിന്റെ പേരും റോയുടെ നമ്പർ. കോളത്തിന് ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കോളം നെയിം. റോ അടയാളപ്പെടുത്താൻ നമ്പർ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് റോ നമ്പർ. അപ്പൊ അതേ ക്രമത്തിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. ആദ്യം കോളത്തിൻ്റെത്, പിന്നീട് റോയുടെ. അല്ലാതെ ആദ്യം റോയുടെ പേര് കൊടുക്കരുത്. ഓക്കെ, A2, A1, B5, D6, Z45, അങ്ങനെ ഏത് പേര് വേണമെങ്കിലും ആ കോളത്തിന്റെ സ്ഥാനത്തിന്റെ, ആ സെല്ലിന്റെ സ്ഥാനത്തിനനുസരിച്ച് കൊടുക്കാം. So next concept
is range. Range എന്ന് പറയാൻ നമ്മൾ പറഞ്ഞിരുന്നു. Range is a group of adjacent cells. A group of adjacent cells. തൊട്ടുമുട്ടിയിരിക്കുന്ന സെല്ലുകളുടെ ഒന്നിനൊന്നോട് ചേർന്നിരിക്കുന്ന സെല്ലുകളുടെ കൂട്ടത്തെയാണ്, ഗ്രൂപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് range. Okay, so it's a group of adjacent cells in a worksheet. The range may be spread in a row, in a column, or in more than one column and one row. ഈ റേഞ്ച് ഒന്നുകിൽ ഒറ്റ റോയിലായിരിക്കാം ഈ സെല്ലുകളെല്ലാം, ഓക്കെ, അല്ലെങ്കിൽ ഈ സെല്ലുകളെല്ലാം ഒറ്റ കോളത്തിലായിരിക്കാം. അപ്പോൾ സിംഗിൾ കോളം റേഞ്ച്, സിംഗിൾ റോ റേഞ്ച് വരാം. ഇനി ഒന്നിലധികം കോളംസും ഒന്നിലധികം റോസുമുള്ള ടേബിളിന്റെ ഫോർമാറ്റിലും നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാം. അപ്പൊ 3 തരത്തിലുള്ള റേഞ്ചുകൾ അവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന്, ആ നീല കളറിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സിംഗിൾ റോ റേഞ്ച് ആണ്. 2 എന്ന് കൊടുത്തിരിക്കുന്നത് സിംഗിൾ കോളം റേഞ്ച് ആണ്. 3 എന്ന നമ്പർ കൊടുത്തിരിക്കുന്നത് ആ ഒന്നിലധികം കോളംസും ഒന്നിലധികം റോസും അടങ്ങുന്ന ഒരു റേഞ്ച്, ടേബിളിന്റെ രൂപത്തിലുള്ള റേഞ്ചിനെയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റേഞ്ച്, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസന്റ് സെൽസ് ഇൻ എ വർക്ക്ഷീറ്റ്. The range may be spread in a row or a column or more than one column and one row. Okay. അടുത്ത നമ്മൾ കാണുന്നത് സെൽ റെഫറൻസ്. നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ ചില ഇക്വേഷൻസ് അല്ലെങ്കിൽ ചില ഫോർമുല ഉപയോഗിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് സെൽ റെഫറൻസ്. ഓക്കെ, ഇക്വേഷൻസിൽ അല്ലെങ്കിൽ ഫോർമുലയിൽ നമ്മൾ സെല്ലിന്റെ അഡ്രസ് കൊടുക്കാറുണ്ട്. അതിനെയാണ് വിളിക്കുന്നത് സെൽ റെഫറൻസ്. ഓക്കെ, the cell coordinates in a formula are called cell reference. ഒരു ഫോർമുലയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സെല്ലിന്റെ അഡ്രസ്സിനെ ഏത് കോളത്തിൽ ഏത് റോയിൽ വരുന്ന സെല്ലാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ അഡ്രസ്സിനെയാണ് സെൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ ആണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ സെൽ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സെൽ അഡ്രസ് ഒരു ഫോർമുലയിൽ കൊടുക്കുമ്പോൾ, ഒരു ഇക്വേഷൻ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ എന്ത് വിളിക്കും? സെൽ റെഫറൻസ്. Okay, the cell coordinates in a formula are called cell reference. ഈ സെൽ റെഫറൻസ് എന്താണ് സൂചിപ്പിക്കുന്നത്? It identifies the location of a cell or a range of cells. ഈ സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സെൽസ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഇക്വേഷന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട ഡേറ്റ എവിടെ നിന്നാണ്, ഏത് സെല്ലിൽ നിന്നാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് റേഞ്ചിൽ നിന്നാണ് എടുക്കേണ്ടത്, ആ റേഞ്ചിന്റെ അല്ലെങ്കിൽ ആ സെല്ലിന്റെ അഡ്രസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സെൽ റെഫറൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഈ സ്പ്രെഡ്ഷീറ്റിൽ ഏത് സെല്ലിന്റെ ഒക്കെ ഡേറ്റ വെച്ചാണ് ഈ ഇക്വേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടറിനോട് പറയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, സെൽ റെഫറൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് സെൽ റെഫറൻസ്. ഒന്ന് റിലേറ്റീവ് സെൽ റെഫറൻസ്, 2 ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്, 3 മിക്സഡ് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസ്, ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്, മിക്സഡ് സെൽ റെഫറൻസ്. ബൈ ഡിഫോൾട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ, സെല്ലിന്റെ അഡ്രസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതാണ് റിലേറ്റീവ് സെൽ റെഫറൻസ്. നോർമലി സെൽ റെഫറൻസ് സെല്ലിന്റെ പേര് മാത്രം, ഉദാഹരണം A2 അല്ലെങ്കിൽ B5 എന്ന് മാത്രം ഇക്വേഷൻ ഉപയോഗിച്ചാൽ it becomes relative cell reference. ഓക്കെ, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അടയാളപ്പെടുത്തുന്നത് ഡോളർ ചിഹ്നം ഉപയോഗിച്ചാണ്, ഡോളർ ചിഹ്നം കൂടി ചേർത്തിട്ടാണ്. പിന്നീട് നമ്മൾ കാണും. ഓക്കെ, മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സെൽ റെഫറൻസിന്റെയും ആബ്സല്യൂട്ട് സെൽ റെഫറൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൽ റെഫറൻസ് ഈസ് റിലേറ്റീവ് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ഒരു ഇക്വേഷനിൽ സെല്ലിന്റെ പേര് മാത്രം കൊടുക്കുന്നു. ഉദാഹരണത്തിന് C1 എന്ന സെല്ലിൽ നമ്മൾ ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ഒരു ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇസ് ഈക്വൽ ടു A1 പ്ലസ് B1. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ്? C1 എന്ന സെല്ലിൽ. ഓക്കെ, അപ്പൊ അതിന് തൊട്ടിപ്പുറത്തുള്ള രണ്ട് സെല്ലുകളാണ് A1 ഉം B1. അതിന്റെ ടോട്ടലാണ് ഇവിടെ വരേണ്ടത് C1 എന്ന സെല്ലിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഇസ് ഈക്വൽ ടു A1 പ്ലസ് B1 എന്ന് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴേക്ക് ആ C1 നമ്മൾ എൻ്റർ ചെയ്ത ഇക്വേഷൻ അവിടെ നിന്ന് മറ്റു സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നു. താഴേക്ക് അഞ്ചാമത്തെ സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നു. C5ലേക്ക് കോപ്പി ചെയ്താൽ നമ്മൾ കൊടുത്ത A1 പ്ലസ് B1 എന്നുള്ള ഇക്വേഷൻ, ഓക്കെ, എന്ന സെൽ റെഫറൻസുകൾ C5 എത്തുമ്പോൾ ആ ഇക്വേഷനിൽ എന്തായി മാറും? A1 B1 പകരം A5 B5 ആയി മാറും. പിടിയിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറും. അങ്ങനെ ഉള്ള സെൽ റെഫറൻസ് ആണ് റിലേറ്റീവ് സെൽ റെഫറൻസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ലൊക്കേഷൻ ഓഫ് ദ ഇക്വേഷൻ ഓർ ദ ഫോർമുല. ഫോർമുല എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതനുസരിച്ച് സെല്ലിന്റെ അഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കും. എന്ത് സെൽ റെഫറൻസ് ആണെങ്കിൽ? റിലേറ്റീവ് സെൽ റെഫറൻസ് ആണെങ്കിൽ. ഓക്കെ, സോ റിലേറ്റീവ് സെൽ റെഫറൻസ്, it changes to suit the new location when the formula is copied to a new location in the worksheet. നമ്മൾ ഒരു തവണ എൻ്റർ ചെയ്ത ഫോർമുലയെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് ആ സ്പ്രെഡ്ഷീറ്റിലെ മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിനനുസരിച്ച് നമ്മൾ ആദ്യം കൊടുത്ത സെൽ റെഫറൻസിൽ ആനുപാതികമായ മാറ്റം വരുന്ന സെൽ റെഫറൻസുകളെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ്. അപ്പോ ഈ സെൽ റെഫറൻസ് എന്തിനെ ആശ്രയിച്ചിരിക്കും? എവിടെയാണ് ഇക്വേഷൻ കൊടുക്കുന്നത് ആ സെല്ലിന്റെ അഡ്രസ്സിനെ ആശ്രയിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം കൊടുത്ത സെൽ അഡ്രസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു എക്സാമ്പിൾ കൂടി നമുക്ക് വ്യക്തമാക്കാം. അപ്പോൾ നമ്മൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താണ് എന്ന് പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി ഉബുണ്ടുവിലുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോഫ്റ്റ്വെയറിൻ്റെ പേര് ലിബ്രിയോഫീസ് കാൽക്ക് എന്നാണ്. അപ്പോൾ അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ആപ്ലിക്കേഷൻ എന്ന മെനുവിൽ ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക്. ലിബ്രിയോഫീസ് കാൽക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പണായി വരും. അപ്പോൾ ലിബ്രിയോഫീസ് കാൽക്ക് ഓപ്പണായി വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വർക്ക് ബുക്കാണ് ഈ മുഴുവൻ സ്ക്രീനിലും കാണാൻ പറ്റുന്നത്. വർക്ക് ബുക്കാണ്. ആ വർക്ക് ബുക്കിൻ്റെ പേര് അൺടൈറ്റിൽഡ് എന്നാണ്. നമ്മൾ പേര് കൊടുത്തെങ്കിൽ ഇത് മാറും. അപ്പോൾ നമ്മളതിന് പേര് കൊടുക്കുന്നു. ഫയൽ സേവ് ആസ് അൺടൈറ്റിൽഡ് എന്നുള്ളത് മാറ്റി മൈ ബുക്ക് എന്ന് ഞാനൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ലൊക്കേഷനൊക്കെ എവിടെയാണെന്ന് നോക്കിക്കണം. സേവ് ചെയ്യുമ്പോൾ നോക്കുക, അൺടൈറ്റിൽഡ് എന്നുള്ളത് മാറി മൈ ബുക്ക്, നമ്മളെന്ത് പേരാണോ കൊടുത്തത് അത് അവിടെ വരുന്നു. ഇനി ഇവിടെ റോ ഉണ്ട്, കോളംസ് ഉണ്ട്, സെല്ലുണ്ട്, അല്ലേ, റേഞ്ച് ഉണ്ട്. ഇങ്ങനെയുള്ള റേഞ്ചസ് ഉണ്ട്. ഇത് ഇങ്ങനെയുള്ള റേഞ്ചസ് ഉണ്ട്. പല ടൈപ്പുള്ള റേഞ്ചസ് ഉണ്ട്. ദെൻസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ C1 എന്ന സെല്ലിൽ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്. ഇക്വേഷൻ ഇതാണ്: ഈസ് ഈക്വൽ ടു A1 പ്ലസ് B1 ഈസ് ഈക്വൽ ടു A1 പ്ലസ് B1 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് വന്നു? 0 അല്ലേ? A1-ലൊന്നുമില്ല, B1-ലൊന്നുമില്ല, അതുകൊണ്ട് 0 വന്നു. A1 നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്തു 1, B1-ൽ 2 എന്ന് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഫോർമുല ബാധകമാകുന്നു. നമ്മൾ എൻ്റർ ചെയ്ത ഫോർമുല അവിടെ ബാധകമാകുന്നു. അങ്ങനെ അവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ
ഇവിടെ ഈസ് ഈക്വൽ ടു A1 പ്ലസ് B1 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? A1 പ്ലസ് B1 എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ A1 എന്ന് പറയുന്നത് സെൽ റെഫറൻസ് ആണ്, സെല്ലിനെ സൂചിപ്പിക്കുന്നു. B1 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെല്ലിനെ സൂചിപ്പിക്കുന്നു. ഇനി ഞാൻ ഈ ഇക്വേഷൻ താഴേക്ക് കോപ്പി ചെയ്യാം. C5ലേക്ക് കോപ്പി ചെയ്യുന്നു. അതിനുവേണ്ടി സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി, C5 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ A5-ൽ 4, B5-ൽ 8 ഞാൻ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നോക്കുക, ഈ C5-ൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ A1 പ്ലസ് B1-ന് പകരം A5 പ്ലസ് B5 ആണ് വന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന ഫോർമുലയുടെ ലൊക്കേഷൻ മാറ്റുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി അതിലെ സെല്ലുകളുടെ റെഫറൻസിൽ മാറ്റം വരുത്തുകയാണ് റിലേറ്റീവ് സെൽ റെഫറൻസിൽ ചെയ്യുന്നത്. ഇപ്പം C5-ലെത്തിയപ്പോൾ എന്താണ് ഇക്വേഷൻ? ഇസ് ഈക്വൽ ടു A5 പ്ലസ് B5. നമ്മൾ അടിച്ചു കൊടുത്തിരുന്നത് എന്തായിരുന്നു? ആദ്യം അടിച്ചു കൊടുത്തിരുന്നത് C1-ൽ A1 പ്ലസ് B1 അടിച്ചു കൊടുത്തു. അത് C5-ൽ എത്തിയപ്പോൾ കോപ്പി ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറി? A5 പ്ലസ് B5 എന്നായി മാറി. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലിൻ്റെ പേര് മാത്രമാണ് കൊടുക്കുന്നത്, യാതൊരു ചിഹ്നങ്ങളും ചേർക്കാതെ. അപ്പോൾ അത്തരം റെഫറൻസിനെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. ഇനി നമ്മൾ കാണുന്നത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താണ്? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നമ്മൾ മുമ്പത്തെ അതേ എക്സാമ്പിൾ എടുക്കുക. A1 പ്ലസ് B1 എന്ന ഇക്വേഷൻ നമ്മൾ അടിച്ചു കൊടുത്തു. ഈസ് ഈക്വൽ ടു A1 പ്ലസ് B1 എന്ന C1 എന്ന സെല്ലിൽ നമ്മൾ ഇക്വേഷൻ ഫോർമുല എൻ്റർ ചെയ്ത് കൊടുത്തു. അത് നമ്മൾ താഴേക്ക് കോപ്പി ചെയ്തപ്പോൾ എന്തായി മാറി? താഴെ അഞ്ചാമത്തെ സെല്ലിൽ എത്തിയപ്പോൾ A5 പ്ലസ് B5 ആയി മാറി അല്ലെ? അങ്ങനെ മാറണ്ടെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇക്വേഷൻ, ഈ ഫോർമുല എവിടെ കോപ്പി ചെയ്താലും എപ്പോഴും കാൽക്കുലേഷൻ എടുക്കേണ്ടത് A1-ഉം B1-ഉം തന്നെയായിരിക്കണം. ഉദാഹരണത്തിന് അഞ്ചാമത്തെ സെല്ലിലേക്ക് നമ്മളത് കോപ്പി ചെയ്താൽ C5-ലേക്ക് മാറ്റിയാൽ A5 B5 വരാൻ പാടില്ല, പകരം A1-ഉം B1-ഉം തന്നെ വരണം. ഇനി C10-ലേക്ക് മാറ്റിയാൽ A10-ഉം B10-ഉം വരാൻ പാടില്ല, ഏത് തന്നെ വരണം? A1-ഉം B1-ഉം തന്നെ വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്. അതായത് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്ത സെല്ലിന്റെ റെഫറൻസ് അത് ഫിക്സഡ് ആയിട്ട് നിൽക്കണം, അതിന് മാറ്റം വരാൻ പാടില്ല. കോപ്പി ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരാൻ പാടില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റെഫറൻസ് ആണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ ഫോർമുല എൻ്റർ ചെയ്യുമ്പോൾ ആ ഫോർമുലയിൽ നമ്മൾ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ഫോർമുല എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ A1 എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം സെൽ റെഫറൻസ് ആയി $A $1 എക്സാമ്പിൾ ആണ്. B1 എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം സെൽ റെഫറൻസ് എങ്ങനെ കൊടുക്കണം? $B $1, $B $1 അല്ലെങ്കിൽ $A $5 അങ്ങനെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ അത് ഫിക്സഡ് ആയിട്ട് നിൽക്കും. ഡോളർ ചേർത്തിരിക്കുന്ന സെൽ അഡ്രസ് ഫിക്സഡ് ആയിട്ട് നിൽക്കും. ഫോർ എക്സാമ്പിൾ, suppose we enter the formula $A $1 plus $B $1 in the cell C1. C1 നമ്മളൊരു ഫോർമുല എൻ്റർ ചെയ്യുകയാണ്. is equal to $A $1 plus $B $1. ഇതാണ് എൻ്റർ ചെയ്തത്. A1 B1 അല്ല, ഡോളർ ചേർത്ത്. അപ്പൊ എന്തായി മാറി? absolute cell reference. So it is called absolute cell reference. It will take the values from the cells A1 and B1 only, even if the formula is copied to any other location. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ഫോർമുല ഏത് സെല്ലിൽ കോപ്പി ചെയ്താലും ഏത് സെല്ലിലേക്ക് മാറ്റിയാലും അതനുസരിച്ച് ഈ A1 B1 എന്നുള്ളത് മാറില്ല. നിർബന്ധമായും ഉറപ്പായും
ഇവിടെ തന്നെ എടുക്കും. A1 B1 എന്ന സെല്ലിൽ നിന്ന് മാത്രമേ ആ ഫോർമുല വാല്യൂ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഫിക്സഡ് ആയിട്ട് നിർത്തുന്നത്. അതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. അതൊരു എക്സാമ്പിൾ സഹിതം നമുക്ക് കാണാം. ഇനി നമുക്ക് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് സെൽ റെഫറൻസിൽ നമുക്ക് ആവശ്യം എന്താണ്? ഏത് സെല്ലിലേക്ക് നമ്മുടെ ഫോർമുല കോപ്പി ചെയ്ത് മാറ്റിയാലും ഒരിക്കലും ഈ A1 പ്ലസ് B1 എന്നുള്ള ആ ഇക്വേഷൻ മാറാൻ പാടില്ല. ഏത് സെല്ലിലേക്ക് നമ്മുടെ ഇക്വേഷൻ കോപ്പി ചെയ്ത് മാറ്റിയാലും വാല്യൂസ് എവിടെ നിന്ന് തന്നെ എടുക്കണം? A1 നിന്നും B1 നിന്നും തന്നെ എടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന റെഫറൻസ് ആണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോളർ ചിഹ്നം ഉപയോഗിച്ച് ഈ പേര്, സെല്ലിന്റെ പേര് എഴുതും. ഇസ് ഈക്വൽ ടു $A, $1, ഓക്കെ, പ്ലസ് $B, $1. നമ്മൾ എൻ്റർ ചെയ്തു. ഇസ് ഈക്വൽ ടു $A, $1 പ്ലസ് $B, $1. A1 B1 പകരം ആ അക്ഷരത്തിന് അല്ലെങ്കിൽ നമ്പറിന് തൊട്ട് മുമ്പായി എന്ത് ചേർത്തു? ഡോളർ ചിഹ്നം ചേർത്തു. എന്നിട്ട് അതേ ഇക്വേഷൻ എഴുതി. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇവിടെ C1-ൽ 3 തന്നെ വന്നു. ഇതേ ഇക്വേഷൻ നമ്മൾ വേറെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്തു. ഓക്കെ, ഇപ്പോൾ നോക്കുക. നേരത്തെ ഇവിടെ ഏത് സെല്ലിലേക്ക് കോപ്പി ചെയ്താലും നേരത്തെ എന്താണ് സംഭവിച്ചത്? 4 8 കൂട്ടി ഇവിടെ 12 കിട്ടി അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെ കിട്ടിയത്? ഇവിടെയും ഈ 5ാമത്തെ സെല്ലിൽ എത്തിയപ്പോൾ പോലും 4ഉം 8ഉം എന്ന A5 B5-ലെ വാല്യൂസ് എടുക്കുന്നതിന് പകരം അപ്പോഴും ഏത് വാല്യൂസ് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നു? A1-ലെയും B1-ലെയും വാല്യൂസ് ആണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്താണെന്ന് കണ്ടു, റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താണെന്ന് കണ്ടു. ഇനി അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് മിക്സഡ് സെൽ റെഫറൻസ്. സോ മിക്സഡ് സെൽ റെഫറൻസ്, so mixed cell reference is a combination of both absolute and relative cell reference. So it keeps either the row or the column constant or fixed in the formula. ഒരു കോളമോ അല്ലെങ്കിൽ ഒരു റോയോ സ്ഥിരമായിട്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ നിന്നാലോ അല്ലെങ്കിൽ ആ റോയിൽ നിന്ന് മാത്രമേ ഡേറ്റ എടുക്കാൻ പാടുള്ളൂ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മിക്സഡ് സെൽ റെഫറൻസ്. For example, suppose we enter the reference as $A1, $1 അല്ല $A1 in a formula. It will make column A constant. Column A constant ആക്കി മാറ്റും, column A fixed ആയിട്ട് മാറ്റും. Okay. Then if we enter $A1, $A1 പകരം $A1, ഇവിടെ ഡോളർ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? 1-ന് മുമ്പിൽ. 1 എന്തിനെ സൂചിപ്പിക്കുന്നു? റോയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഏത് സ്ഥലത്തേക്ക് കോപ്പി ചെയ്താലും 1ാമത്തെ റോയിൽ നിന്ന് മാത്രമേ ആ ഡേറ്റ, ആ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എടുക്കുകയുള്ളൂ. സോ if we enter as $1, it will make the row 1 constant even if it is copied to other locations. നമ്മളൊരു കോളമോ റോയോ ഫിക്സഡ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ റോ അല്ലെങ്കിൽ ആ കോളത്തിന്റെ പേരിന് തൊട്ട് മുമ്പായി എന്ത് ചേർക്കണം? ഡോളർ ചിഹ്നം ചേർക്കണം. അപ്പോൾ അത് ഫിക്സഡ് ആയിട്ട് വരും. ഡോളർ ചിഹ്നം ചേർക്കാത്ത ഭാഗം അത് മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്. താങ്ക് യു.